ഈ 18 വാക്യങ്ങൾ ചുരുക്കം മാത്രമേ ഞാൻ പറയുന്നുള്ളൂ. അതുകൊണ്ട് നിങ്ങളിത് പിന്നെ വീണ്ടും ഇത് വായിച്ച് പഠിക്കണം. എബ്രായർ 1-ാം അധ്യായത്തിലെ ക്രിസ്തുവിൻ്റെ ശ്രേഷ്ഠതയെക്കുറിച്ചാണ് അപ്പോസ്തലൻ എബ്രായർക്ക് എഴുതിയത്. അപ്പോസ്തല പ്രവൃത്തി 16 ആഗ്രഹപ്രമാണി പൗലോസിനോടും ശീലാസിനോടും ചോദിച്ചു, രക്ഷ പ്രാപിക്കുവാൻ ഞാൻ എന്ത് ചെയ്യണം? അതിന് മറുപടിയായി പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞത് ഇങ്ങനെയാണ്: കർത്താവായ യേശുവിൽ വിശ്വസിക്കുക, എന്നാൽ നീയും നിന്റെ കുടുംബവും രക്ഷിക്കപ്പെടും. ഈ രക്ഷയുടെ അനുഭവം പിന്തുടരുന്ന എബ്രായ ക്രിസ്ത്യാനികളോടാണ് ഒരു അപകട മുന്നറിയിപ്പ് നൽകിക്കൊണ്ടാണ് ഈ അധ്യായം തുടങ്ങുന്നത്. ആദ്യത്തെ വാക്ക് അതുകൊണ്ട് നാം വല്ലപ്പോഴും ഒഴുകിപ്പോകാതെ ഇരിക്കേണ്ടതിന് കേട്ടത് അധികം ശ്രദ്ധയോടെ കരുതിക്കൊള്ളുവാൻ ആവശ്യമാകുന്നു. അതായത് ഒരു നങ്കൂരം കെട്ടിയില്ല എങ്കിൽ ഒരു ബോട്ട് ഒഴുകിപ്പോകുന്നത് പോലെ ഒരു വിശ്വാസിയുടെ ജീവിതം കർത്താവായ യേശു ക്രിസ്തുവിൽ ഏകാഗ്രഹം ആയില്ലെങ്കിൽ അത് ജഡമോഹങ്ങളിലേക്ക് ഒഴുകിപ്പോകും, അത് ഇല്ലാതെയായിപ്പോകും. നമുക്ക് 2-ാമത്തെ വാക്യം വായിക്കാം. യൂതന്മാർ മുഖാന്തരവും അരുളി ചെയ്ത വചനം സ്ഥിരമായിരിക്കുകയും ഓരോരോ ലംഘനത്തിനും അനുസരണക്കേടിനും ന്യായമായ പ്രതിഫലം ലഭിക്കുകയും ചെയ്തുവെങ്കിൽ കർത്താവ് താൻ പറഞ്ഞു തുടങ്ങിയതും ദൈവം അടയാളങ്ങളാലും അത്ഭുതങ്ങളാലും വിവിധ വീര്യപ്രവൃത്തികളാലും തൻ്റെ ഇഷ്ടപ്രകാരം പരിശുദ്ധാത്മാവിനെ നൽകിക്കൊണ്ടും സാക്ഷി നിന്നതും കേട്ടവർ നമുക്ക് ഉറപ്പിച്ചു തന്നതുമായ ഇത്ര വലിയ രക്ഷ ഗണ്യമാക്കാതെ പോയാൽ എങ്ങനെ തെറ്റിയൊഴിയും? അതായത് മോശയിൽ കൂടി ദൂതന്മാർ മുഖേന കൊടുത്ത ന്യായപ്രമാണത്തിൽ നിന്നും ഒഴുകിപ്പോയാൽ, ഏതെങ്കിലും ഒരു ന്യായപ്രമാണം ലംഘിച്ചാൽ കിട്ടുന്ന ശിക്ഷ അന്ന് എബ്രായർക്ക് അറിയാവുന്ന കാര്യമാണ്. അപ്പോസ്തലൻ അവരോട് ചോദിക്കുകയാണ്. അതായത് ലെവിറ്റിക്കസ് 24:20 നാം ഇങ്ങനെ വായിക്കുന്നു: ഒടുവിന് പകരം ഒടിവ്, കണ്ണിന് പകരം കണ്ണ്, പല്ലിന് പകരം പല്ല്, അങ്ങനെ അവൻ ചെയ്തതുപോലെ തന്നെ അവനോട് ചെയ്യുന്നു. ന്യായപ്രമാണം തെറ്റിച്ചാൽ ഇതാണ് നിങ്ങൾക്ക് കിട്ടുന്നത്. ഇതുപോലെ ഭയങ്കരമായ ശിക്ഷ ന്യായപ്രമാണം ലംഘിച്ചാൽ നിങ്ങൾക്ക് കിട്ടുമെങ്കിൽ ഈ ശ്രേഷ്ഠമായ സുവിശേഷം നാം ഗണ്യമാക്കാതെ പോയാൽ എങ്ങനെ തെറ്റിയൊഴിയും? ഈ ശ്രേഷ്ഠമായ സുവിശേഷം നമുക്ക് എങ്ങനെയാണ് ലഭിച്ചത് എന്ന് 3-ാം വാക്യത്തിൽ നാം വായിച്ചു. ഒന്നാമത് യേശുക്രിസ്തു തന്നെ അത് പറഞ്ഞു മനസ്സിലാക്കി. യേശുക്രിസ്തു ചെയ്ത അടയാളങ്ങളാൽ നാം അത് മനസ്സിലാക്കി. സയൻസ്, കർത്താവും ചെയ്ത അതിശയങ്ങൾ, വണ്ടേഴ്സ്. പിന്നെ 4-ാമത് വിവിധ വീര്യപ്രവൃത്തികൾ, മിറക്കിൾസ്. പിന്നെ 5-ാമത് ദൈവം തൻ്റെ മനസ്സോടുകൂടി തന്നെ പെന്തിക്കോസ്ത് നാളിൽ തൻ്റെ വിശ്വാസികൾക്ക് പരിശുദ്ധാത്മാവിനെ നൽകി അത് പറഞ്ഞു കൊടുത്തു. The gifts of the Holy Spirit was given by Jesus according to God's will. 6-ാമത് സാക്ഷികൾ മുഖേന, ടെസ്റ്റിമണി മുഖേന, അതായത് യേശുവിൻ്റെ ശിഷ്യന്മാർ ഇവരെ ഇങ്ങനെ പറഞ്ഞു പഠിപ്പിച്ചുകൊണ്ടേയിരുന്നു. പിന്നെ 7-ാമത് ലേഖനത്തിൽ കൂടിയും ഉപദേശത്തിൽ കൂടിയും അപ്പോസ്തലന്മാർ ആ നാളുകളിൽ വിശ്വാസികളെ ഉറപ്പിച്ചുകൊണ്ടിരുന്നു. ഇങ്ങനെ 7 തരത്തിലാണ് ഈ സുവിശേഷം ഇവർക്ക് മനസ്സിലായത്. എബ്രായർക്ക് കർത്താവ് ഭൂമിയിലായിരിക്കുമ്പോൾ ഈ രക്ഷയുടെ മാർഗം അവർക്ക് കാണിച്ചു കൊടുത്തു. അതായത് യോഹന്നാൻ 14:6 നമ്മൾ വായിക്കുന്നു: ഞാൻ തന്നെ വഴിയും സത്യവും ജീവനും ആകുന്നു, ഞാൻ മുഖാന്തരമല്ലാതെ ആരും പിതാവിൻ്റെ അടുക്കൽ എത്തുന്നില്ല. ഈ സത്യങ്ങളെല്ലാം ശരിയായി മനസ്സിലാക്കിയ നിങ്ങൾ ഈ ശ്രേഷ്ഠമായ സുവിശേഷ സത്യങ്ങൾ അവഗണിച്ചാൽ, ഇതിൽ നിന്നും പിന്തിരിഞ്ഞാൽ അതിൻ്റെ ശിക്ഷകളിൽ നിന്നും നിങ്ങൾക്ക് രക്ഷപ്പെടുവാൻ സാധിക്കുമോ? അത് എത്ര അധികമായിരിക്കും എന്നാണ് അപ്പോസ്തലൻ ചോദിക്കുന്നത്. ഇതിനെക്കുറിച്ച് അപ്പോസ്തലൻ പിന്നീട് എബ്രായർക്ക് എഴുതിയ സുവിശേഷം 6-ാം അധ്യായം 4 തൊട്ട് 6 വരെയുള്ള വാക്യങ്ങളിൽ എഴുതിയിട്ടുണ്ട്. ഈ ശിക്ഷ വളരെ ഭയങ്കരമാണ് എന്ന് അവിടെ പറയുന്നു. പിന്നീട് അവർക്ക് മാനസാന്തരത്തിലേക്ക് പുതുകുവാൻ കഴിവുള്ളതല്ല എന്ന് നാം വായിച്ചു വരുന്നു. അതായത് പിന്നെ തിരിച്ച് അവർ രക്ഷയെ ഉപേക്ഷിക്കുകയാണെങ്കിൽ വീണ്ടും തിരിച്ചു പോകുവാൻ നമുക്ക് സാധിക്കില്ല. നമുക്ക് 5-ാമത്തെ വാക്യത്തിലേക്ക് കടക്കാം. നാം പ്രസ്താവിക്കുന്ന ഭാവി ലോകത്തെ അവൻ ദൂതന്മാർക്കല്ലല്ലോ കീഴ്പ്പെടുത്തിയിരിക്കുന്നത്,
മശിയ വന്ന് തൻ്റെ രാജ്യം ഭൂമിയിൽ സ്ഥാപിച്ചതിനെയാണ് ഇത് സൂചിപ്പിക്കുന്നത്. നാം പ്രസ്താവിക്കുന്ന ഭാവി ലോകത്തെ കുറിച്ച് പറയുന്നത് 1000 ആണ്ട് വാഴ്ചയിൽ ഭൂമി വരുവാനിരിക്കുന്ന രാജ്യത്തെക്കുറിച്ചാണ് ഇവിടെ ഇത് പറയുന്നത്. നമുക്ക് 6 മുതൽ 8 വരെയുള്ള വാക്യങ്ങൾ വായിക്കാം. എന്നാൽ മനുഷ്യനെ നീ ഓർക്കേണ്ടതിന് അവനെന്ത്? മനുഷ്യപുത്രനെ സന്ദർശിക്കേണ്ടതിന് അവനെന്ത് മാത്രം? നീ അവനെ ദൂതന്മാരെക്കാൾ അല്പം മാത്രം താഴ്ത്തി. തേജസ്സും ബഹുമാനവും അവനെ അണിയിച്ചിരിക്കുന്നു. നിന്റെ കൈകളുടെ പ്രവൃത്തികൾക്ക് നീ അവനെ അധിപതിയാക്കി സകലവും അവൻ്റെ കാൽ കീഴാക്കിയിരിക്കുന്നു എന്ന് ഒരുവൻ ഒരിടത്ത് സാക്ഷ്യം പറയുന്നു. സകലവും അവനെ കീഴാക്കിയതിൽ ഒന്നിനെയും കീഴ്പ്പെടുത്താതെ വിട്ടിട്ടില്ല. എന്നാൽ ഇപ്പോൾ സകലവും അവനെ കീഴ്പ്പെട്ടതായി കാണുന്നില്ല. സങ്കീർത്തനങ്ങൾ 8:4 മുതൽ 6 വരെയുള്ള കൊട്ടേഷൻസാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. 1-ാം അധ്യായത്തിൽ നാം ക്രിസ്തു ദൂതന്മാരെക്കാൾ ഉന്നതനാണ് എന്ന് കണ്ടു. എന്നാൽ ഇപ്പോൾ ക്രിസ്തു ദൂതന്മാരെക്കാൾ താണവനായി നാം വായിക്കുന്നു. ക്രിസ്തുവിൻ്റെ താഴ്ചയാണ് നാം ഇവിടെ കാണുന്നത്. ക്രിസ്തു മനുഷ്യനായി തീർന്നു. അവൻ മനുഷ്യനായപ്പോൾ തൻ ദൂതന്മാരെക്കാൾ താണ നിലയിൽ ആയി. പക്ഷേ അത് വളരെ താൽക്കാലികമായിരുന്നു. അത് 33.5 വർഷത്തേക്ക് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പരിശുദ്ധ മറിയത്തിൻ്റെ ഉദരത്തിൽ പരിശുദ്ധാത്മാവിനാൽ ക്രിസ്തു ഉളവായി. ക്രിസ്തു പൂർണ്ണ മനുഷ്യനും പൂർണ്ണ ദൈവവുമായിരുന്നു. The Bible teaches us that Jesus is fully God and fully man, that the human nature was added to his divine natures, existed in one person, that is Jesus Christ. Praise God. തൻ്റെ മരണം മൂലം ദൈവത്തെ മനുഷ്യനെ വെളിപ്പെടുത്തി. നമുക്ക് 9-ാം വാക്യം വായിക്കാം. എങ്കിലും ദൈവകൃപയാൽ എല്ലാവർക്കും വേണ്ടി മരണം ആസ്വദിപ്പാൻ ദൂതന്മാരിലും അല്പം താഴ്ന്നവനായ യേശു മരണം അനുഭവിച്ചുകൊണ്ട് അവനെ മഹത്വവും ബഹുമാനവും അർഹിക്കുന്നവനായി നാം കാണുന്നു. ഈ വാക്യത്തിൽ നാം വായിക്കുന്നത് കർത്താവിൻ്റെ കുരിശിൽ മരണത്തെക്കുറിച്ചാണ്. സാധാരണ ഒരു മരണമല്ലായിരുന്നു അത് വളരെ കഷ്ടപ്പെട്ട മരണമായിരുന്നു. എന്നാൽ അതിനുമുപരി തൻ്റെ ക്രൂശ് മരണം മൂലം യേശു ക്രിസ്തു മനുഷ്യരാശിയുടെ പാപത്തിൻ്റെ ശിക്ഷ തൻ്റെ ശരീരത്തിൽ മാത്രമല്ല, തൻ്റെ ദേഹത്തിലും അതിനുമുപരി ആത്മാവിലും വഹിച്ചു. കുരിശിൻ മരണം മൂലം ക്രിസ്തുവിൻ്റെ ആളത്വത്തിന് തേജസ്സും ബഹുമാനവും ലഭിച്ചു. ഇതുമൂലം മനുഷ്യൻ്റെ രക്ഷ സാധ്യമായി തീർന്നു. ഇനി നമുക്ക് 10 മുതൽ 13 വരെയുള്ള വാക്യങ്ങൾ വായിക്കാം. സകലത്തിനും ലാക്കും സകലത്തിനും കാരണഭൂതനുമായവൻ അനേകം പുത്രന്മാരെ തേജസ്സിലേക്ക് നടത്തുമ്പോൾ അവരുടെ രക്ഷിതാവായവനെ കഷ്ടാനുഭവങ്ങളാൽ തികഞ്ഞവനാക്കുന്നത് യുക്തമായിരുന്നു. വിശുദ്ധീകരിക്കുന്നവനും വിശുദ്ധീകരിക്കപ്പെടുന്നവർക്കും എല്ലാം ഒരുവനല്ലോ പിതാവ്. അത് ഹേതുവായി അവൻ അവരെ സഹോദരന്മാർ എന്ന് വിളിപ്പാൻ ലജ്ജിക്കാതെ, ഞാൻ നിന്റെ നാമത്തെ എൻ്റെ സഹോദരന്മാരോട് കീർത്തിക്കും, സഭാമധ്യേ ഞാൻ നിന്നെ സ്തുതിക്കും എന്നും ഞാൻ അവനിൽ ആശ്രയിക്കും എന്നും ഇതാ ഞാനും ദൈവം എനിക്ക് തന്ന മക്കളും എന്ന് പറയുന്നു. യെശയ്യാവ് 8:17 മുതൽ 18 വരെയുള്ള വാക്യങ്ങളും സങ്കീർത്തനം 22-22 വാക്യവും ആണ് ഈ വാക്യങ്ങളിൽ കോട്ട് ചെയ്തിരിക്കുന്നത്. ഈ രക്ഷ ക്രിസ്തുവിൽ നമുക്ക് ഉള്ള ഒരു പദവിയാണ്. ക്രിസ്തു നമ്മെ ദൈവസന്നിധിയിൽ സ്വർഗത്തിൽ പ്രതിനിധീകരിക്കുന്നു. ഗലാത്യർ 3:28 നാം ഇങ്ങനെ വായിക്കുന്നു: അവൻ മൂലം നാം ദൈവകുടുംബത്തിൻ്റെ അംഗങ്ങളായി യേശുക്രിസ്തുവിൻ്റെ വിശ്വാസത്താൽ നിങ്ങളെല്ലാവരും ദൈവത്തിൻ്റെ മക്കളാകുന്നു. ഇവിടെ ദൈവമക്കളായ നമ്മെ സഹോദരർ എന്ന് വിളിക്കുന്നു. എത്ര മനോഹരമായ ഒരു ഉന്നതമായ പദവിയിലേക്കാണ് ദൈവം നമ്മെ ഉയർത്തിയത്. നമുക്ക് 14 മുതൽ 16 വരെയുള്ള വാക്യങ്ങൾ വായിക്കാം. മക്കൾ ജഡരക്തങ്ങളോടുകൂടിയവർ ആകൊണ്ട്
അവനും അവരെ പോലെ ജഡരക്തങ്ങളോട് കൂടിയവനായി മരണത്തിൻ്റെ അധികാരിയായ പിശാചിനെ തൻ്റെ മരണത്താൽ നീക്കി ജീവപര്യന്തം മരണഭീതിയിൽ അടിമകളായിരുന്നവരെ ഒക്കെയും വിടുവിച്ചു. ദൂതന്മാരെ സംരക്ഷണ ചെയ്യുവാനല്ല, അബ്രഹാമിൻ്റെ സന്തതിയെ സംരക്ഷണ ചെയ്യുവാനത്രേ അവൻ വന്നത്. ഈ വാക്യങ്ങളിൽ ദൈവം നമുക്ക് വേണ്ടി ചെയ്ത കാര്യങ്ങൾ ആണ് എഴുതിയിരിക്കുന്നത്. ക്രിസ്തു ആരാകുന്നുവെന്ന് ഇവിടെ വ്യക്തമായി പറഞ്ഞിരിക്കുന്നു. ക്രിസ്തുവിനെ വ്യക്തിപരമായി അറിയുമ്പോൾ മാത്രമേ ക്രിസ്തുവിൽ ഒന്നായി ക്രിസ്തുവിനെ സ്നേഹിക്കുവാനും ആരാധിക്കുവാനും നമ്മുടെ ജീവിതം ധന്യമാക്കുവാനും നമുക്ക് സാധിക്കുകയുള്ളൂ. 14-ാം വാക്യത്തിൽ ക്രിസ്തുവിൻ്റെ മനുഷ്യ അവതാരമാണ് ചിത്രീകരിച്ചിരിക്കുന്നത്. ക്രിസ്തു തൻ്റെ മരണത്തിൽ കൂടി നമുക്ക് ആത്മീയവും നിത്യവുമായ രക്ഷയുടെ മാർഗം തുറന്നു തന്നു. വാഗ്ദത്തം നിറവേറ്റി. അബ്രഹാമിൻ്റെ വംശത്തിൽ ജനിച്ച യേശുക്രിസ്തു മൂലം ന്യായപ്രമാണത്തിൻ്റെ മരണശിക്ഷയിൽ നിന്നും നിത്യമായ മരണഭീതിയിൽ നിന്നും മനുഷ്യജാതിയെ മോചിപ്പിച്ചു. നിത്യജീവനിലേക്കും പുത്രത്വത്തിലേക്കും പ്രവേശിപ്പിച്ചു. നമുക്ക് 17 മുതൽ 18 വരെയുള്ള വാക്യങ്ങൾ വായിക്കാം. അതുകൊണ്ട് ജനത്തിൻ്റെ പാപങ്ങൾക്ക് പ്രായശ്ചിത്തം വരുത്തുവാൻ അവൻ കരുണയുള്ളവനും ദൈവകാര്യത്തിൽ വിശ്വസ്ത മഹാപുരോഹിതനും ആകേണ്ടതിന് സകലത്തിലും തൻ്റെ സഹോദരന്മാരോട് സദൃശനായി തീരുവാൻ ആവശ്യമായിരുന്നു. താൻ തന്നെ പരീക്ഷിതനായി കഷ്ടമനുഭവിച്ചിരിക്കയാൽ പരീക്ഷിക്കപ്പെടുന്നവർക്ക് സഹായിപ്പാൻ കഴിവുള്ളവൻ ആകുന്നു. ജീസസ് ക്രൈസ്റ്റ് അവർ ഫെയ്ത്ത്ഫുൾ പ്രീസ്റ്റ്. ക്രിസ്തു മനുഷ്യനായി പിറന്നതുകൊണ്ട് നമ്മുടെ ആവശ്യങ്ങളും സാഹചര്യങ്ങളും ദൈവം മനസ്സിലാക്കുന്നു. കഷ്ടത, പട്ടിണി, പരീക്ഷണങ്ങൾ ഇതെല്ലാം അവൻ വഹിച്ചു. നമ്മുടെ സാഹചര്യങ്ങൾ നമ്മളായിരിക്കുന്ന ഇടങ്ങളിൽ അതുപോലെ തന്നെ ദൈവം മനസ്സിലാക്കുന്നു. അങ്ങനെയുള്ള ഒരു ദൈവമാണ് നമുക്കുള്ളത്. സ്തോത്രം. ദൈവകാര്യത്തിൽ മഹാപുരോഹിതനായിരിക്കുന്ന യേശു കരുണയുള്ളവനാകുന്നു. ക്രിസ്തു കഷ്ടത അനുഭവിച്ച് പരീക്ഷിക്കപ്പെട്ടു, എങ്കിലും ക്രിസ്തുവിന് ഒരിക്കലും പാപമില്ലായിരുന്നു. സങ്കീർത്തനം 34:17 മുതൽ 18 വരെ നാം ഇങ്ങനെ വായിക്കുന്നു. നീതിമാന്മാർ നിലവിളിച്ചു, യഹോവ കേട്ടു, സകല കഷ്ടങ്ങളിൽ നിന്നും അവരെ വിടുവിച്ചു. ഹൃദയം നുറുങ്ങിയവർക്ക് യഹോവ സമീപസ്ഥൻ, മനസ്സ് തകർന്നവരെ അവൻ സംരക്ഷിക്കുന്നു. എത്ര നല്ല ദൈവം! ഈ വചനങ്ങൾ നമുക്ക് തന്ന ദൈവം. ഈ വചനമെല്ലാം അതുപോലെ സത്യമാണെന്ന് വിശ്വസിക്കുന്ന നമുക്ക് യാതൊരു വിധത്തിലും വിഷമിക്കേണ്ട ആവശ്യമില്ല. നമ്മൾ ദൈവത്തിൻ്റെ കരത്തിലാണ് ഇരിക്കുന്നത്. പലവിധ ആകുല ചിന്തകൾ നമുക്ക് ജീവിതത്തിൽ വരാം. നമ്മുടെ കുഞ്ഞുങ്ങളെക്കുറിച്ച്, നമ്മുടെ ഭാവിയെക്കുറിച്ച്, നാളെ നമ്മുടെ ജീവിതത്തിൽ എന്ത് സംഭവിക്കുമെന്ന് എന്നുള്ള ചിന്തകൾ. എന്നാൽ പിതാവ് യേശു ക്രിസ്തുവിൽ കൂടി നമ്മെ എത്ര വലിയ പദവിയിലേക്കാണ് ഉയർത്തിയിരിക്കുന്നത് എന്ന് നാം ഓർക്കണം. പുത്രത്വത്തിൻ്റെ പദവിയിലേക്ക്, സഹോദര പദവിയിലേക്ക്. അത് ഓർക്കുമ്പോൾ നമ്മുടെ ശരീരം കുളിർമ കൊള്ളുന്നില്ലേ? ഇതിന് തക്കതായി നാം എന്താണ് ദൈവത്തിന് തിരിച്ചു കൊടുക്കേണ്ടത്? നമ്മെ തന്നെ നമുക്ക് ദൈവസന്നിധിയിൽ അർപ്പിക്കാം. ഈ പദവികൾ സ്വന്തമാക്കി ധന്യമായ ഒരു ജീവിതം നയിക്കാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ എബ്രായരുടെ 2-ാം അധ്യായം വളരെ ചുരുക്കമായി ഞാൻ നിർത്തുകയാണ്. The title of my Bible study is Verse to Verse, Short and Easy Bible Study for the Glory of God, and it is useful for small group Bible studies and discussions as well as personal Bible studies. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. Praise the Lord. Amen.